കൊല്ലം ചവറ കരിത്തുറയിൽ ഖനനത്തിനിടയിൽ കടൽ ഭിത്തി തകർന്നു. ജനവാസ മേഖലയിലേക്ക് കടൽ കയറി. ഖനനസ്ഥലത്ത് മണ്ണ് തിരികെ നിക്ഷേപിക്കാൻ നീക്കം ആരംഭിച്ചിരിക്കുകയാണ് കരാറുകാരൻ. പ്രദേശവാസികൾ ഭീതിയിലാണ്. അയണിവേലിക്കുളങ്ങര, പന്മന, വെള്ളാനത്തുരുത്ത്, ആലപ്പാട്, തോട്ടപ്പള്ളി, ചവറ, പടിഞ്ഞാറ് കടലെടുക്കുന്ന തീരദേശ ഗ്രാമങ്ങളുടെ പേരുകൾ ഇങ്ങനെ നീളുകയാണ്. പലയിടവും ഏതാണ്ട് പൂർണ്ണമായും കടലെടുത്തു. അതിലൊരിടമാണ് ചവറയിലെ കരിത്തുറ എന്ന ഗ്രാമം. അയ്യാറിയാണ് ഖനനം നടത്തുന്നത്. രണ്ടു മാസം മുമ്പ് തുടങ്ങിയ ഖനനം തീരസംരക്ഷണ ഭിത്തിയോരം വരെ നീണ്ടു. അയ്യാറിക്ക് സ്ഥലം കൊടുത്തിട്ടുണ്ട്. 23 വർഷം കൊണ്ട് വാടകയ്ക്ക് ഇവിടെ ഇവിടെ താമസിക്കുക. ഈ കടലിങ് കയറിയാണെങ്കിൽ ഞങ്ങൾ കടലിങ് കൊണ്ട് ഞങ്ങളെ കൊണ്ട് അങ്ങ് പോകും. 1 ലക്ഷം ടൺ മണലാണ് കരിത്തുറയിൽ നിന്ന് മാത്രം ഖനനം ചെയ്തത്. ഇതോടെ കടൽ ഭിത്തി തകർന്നു. കരതേടി കടലെത്തി. ശാശ്വത പരിഹാരം എന്ന് പറയുന്നതിന് ഇപ്പൊ ഇങ്ങനെ ഒരു വേസ്റ്റ് മണ്ണ് അടിച്ചു വെച്ചിട്ട് കൊണ്ട് പരിഹാരമില്ല. കൃത്യമായിട്ടുള്ള കടൽ ഭിത്തി നിർമ്മിക്കണം. ഒരു ശാശ്വത പരിഹാരമാണെന്ന് പറയാൻ പറ്റത്തില്ല ഒരിക്കലും. എന്തായാലും ഇപ്പോഴും പേടിയിൽ തന്നെ നമ്മൾ കഴിയുന്ന. പകലെങ്ങനെയും നമുക്ക് പോകാൻ. കാലവർഷം നേരത്തെ എത്തിയതാണ് കടൽ ഭിത്തി തകരാൻ കാരണമെന്നും ഖനനം ചെയ്ത സ്ഥലത്ത് പകരം മണൽ നിക്ഷേപിക്കുമെന്നും കരാറുകാരൻ 24-നോട് പറഞ്ഞു. സൈമൾട്ടേനിയസ് ആയിട്ട് ഫില്ല് ചെയ്ത് മാറ്റിയ നമ്മളിവിടെ. അപ്പോൾ ഇന്നലെ രാത്രി തൊട്ട് ഫില്ലിങ് തുടങ്ങിയതാണ്, 7 മണി തൊട്ട്. അപ്പം ഇന്നലെ പകലും ഫില്ലിങ് ഉണ്ടായിരുന്നു. ഇതിപ്പം ഫില്ല് ചെയ്ത് മാറ്റുകയെന്നേ ഉള്ളൂ. അപ്പം വേറെ ഒരു മാർഗ്ഗമില്ല. നമ്മൾ എങ്ങനെയെങ്കിലും ഫില്ല് ചെയ്ത് ക്ലിയർ ചെയ്യാന്നേ ഉള്ളൂ. കലിതുള്ളി എത്തുന്ന തിരമാലകൾക്കും കറുത്തുരുണ്ട് കൂടുന്ന കാർമേഘങ്ങൾക്കും നടുവിൽ കരഞ്ഞുകലങ്ങിയ കണ്ണുമായി ഭരണകൂടത്തിന്റെ ഇടപെടലുകളത്ത് നിസ്സഹരായി നോക്കി നിൽക്കുകയാണ് ഒരു ജനത. ഖനനത്തിലൂടെ കവർന്നെടുക്കുന്നത് തീരത്തെ മാത്രമല്ല, തീരദേശവാസികളുടെ സ്വപ്നത്തെ കൂടിയാണ്. ഇവരുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽക്കുക കൂടിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഉത്തരം പറയേണ്ട അധികാരികൾ മൗനം പാലിക്കുമ്പോൾ ഇവരുടെ കണ്ണുനീരിന് ആരാണ് ഇനി മറുപടി പറയുക? അടിയന്തര പരിഹാരം ഉണ്ടായേ മതിയാവും. കൊല്ലത്ത് ആർ അരുൺ രാജ്, 24.